നമസ്കാരം, ഹൈറേഞ്ച് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും CPM മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI എന്തിന് LDF-ൽ തുടരണമെന്നും ചോദ്യമുണ്ടായി. കേരള കോൺഗ്രസ് M വന്നതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടായിട്ടില്ലെന്നും വിമർശനം. മൂന്നാറിലെ ഭൂമി പ്രശ്നത്തിൽ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ വേണം നിയമിക്കാൻ. പോലീസും റവന്യൂ വകുപ്പും ആവശ്യമായ പിന്തുണ നൽകുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും കോടതി. 3 ജയിൽ മേഖലയിലെ പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവുമായി അയ്യപ്പൻകോവിൽ നിവാസികൾ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് പട്ടയ പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകളിലും നൽകിയ അപേക്ഷകളിൽ സർക്കാരിൽ നിന്നും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയപ്പോൾ ഫ്യൂസ് ഊരി ജോലിയോട് ആത്മാർത്ഥത കാണിച്ച KSEBക്ക് 8ന്റെ പണി. KSEBയോട് ഓഫീസ് കെട്ടിടത്തിന്റെ വാടകയടയ്ക്കാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. സംഭവങ്ങളുടെ തുടക്കം നെടുങ്കണ്ടം ടൗൺ ഹാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ. വിശദമായ വാർത്തകൾ. CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും CPM മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPI എന്തിന് LDF-ൽ തുടരണമെന്നും ചോദ്യമുണ്ടായി. കേരള കോൺഗ്രസ് വന്നതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടായില്ലെന്നും വിമർശനമുയർന്നു. CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിലാണ് മുഖ്യമന്ത്രിക്കും CPM മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം ഉയർന്നത്. CPIയുടെ വകുപ്പുകൾക്ക് പ്രതിച്ഛായ നഷ്ടപ്പെടാൻ ധനവകുപ്പ് കാരണമായി. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ഒരു കാരണം ഭൂപ്രശ്നങ്ങളാണ്. കേരള കോൺഗ്രസ് മുന്നണിയിലേക്ക് വന്നതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടായില്ലെന്നും യോഗത്തിൽ വിമർശനമുയർന്നു. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പോലും അവർ പരാജയപ്പെട്ടു. എന്നിട്ടും CPM കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം നൽകുകയാണ്. CPI മന്ത്രിമാരും MP-മാരും ഭരണകാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് എതിരെ മിണ്ടുന്നില്ല. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI എന്തിന് LDF-ൽ തുടരണമെന്ന ചോദ്യം പോലും ജില്ലാ കൗൺസിലിൽ ഉയർന്നതായാണ് വിവരം. മൂന്നാറിലെ ഭൂമി പ്രശ്നത്തിൽ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ വേണം നിയമിക്കാൻ. പോലീസും റവന്യൂ വകുപ്പും ആവശ്യമായ പിന്തുണ നൽകുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. വ്യാജ പട്ടയങ്ങൾ നൽകിയതും റവന്യൂ രേഖകളിലടക്കം കൃത്രിമം നടത്തിയതും സ്പെഷ്യൽ ഓഫീസർ പരിശോധിക്കണമെന്നും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. പുതിയ പട്ടയം നൽകുന്നതിന്റെ മേൽനോട്ട ചുമതലയും ഈ ഉദ്യോഗസ്ഥനാകണം. ഇടുക്കി ജില്ലാ കളക്ടറെ മാറ്റാൻ അനുവദിക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം പിന്നീട് പരിഗണിക്കാനും ആദ്യം സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാനും കോടതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. മൂന്നാർ പോലെ മനോഹരമായ ഭൂഭാഗത്തെ അനധികൃത കെട്ടിട നിർമ്മാണത്തിലൂടെ നശിപ്പിച്ചത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ലെന്നും കോടതി പറഞ്ഞു. മൂന്നാർ കേസുകൾ അടുത്ത ചൊവ്വാഴ്ച ഡിവിഷൻ ബെഞ്ച് വീണ്ടും പരിഗണിക്കും. ഇടുക്കിയിലെ അനധികൃത ഭൂവിടപാടുകളിൽ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണവുമായി സ്വതന്ത്ര കർഷക സംഘടനയായ അതിജീവന പോരാട്ടവേദി രംഗത്ത്. വാഗമണിലെ കെട്ടിട നിർമ്മാണത്തിലും തോട്ടം ഭൂമി മുറിച്ചു വിൽക്കുന്നതിലും വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അതിജീവന പോരാട്ടവേദി. ഇടുക്കിയിലെ സങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാൻ യാതൊരു നടപടിയും റവന്യൂ വിഭാഗം സ്വീകരിക്കുന്നില്ല. എന്നാൽ വൻകിട കയ്യേറ്റങ്ങൾക്കും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും യാതൊരു തടസ്സവുമില്ലെന്ന് പോരാട്ടവേദി ആരോപിക്കുന്നു. ചിന്നക്കനാലിലടക്കം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിന് NOC നിഷേധിക്കുമ്പോഴാണ് വാഗമണ്ണിൽ വൻകിട നിർമ്മാണങ്ങൾ നടക്കുന്നത്. പീരിമേട്ടിലെ പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്നുണ്ട്. ഇത്തരം ഇടപാടുകൾക്കെല്ലാം ജില്ലാ ഭരണകൂടത്തിന്റെ മൗനാനുവാദം ഉണ്ടെന്നും അതിജീവന പോരാട്ടവേദി പ്രതിനിധി റസാഖ് ചൂരവേലി ആരോപിച്ചു. നിർമ്മാണ നിരോധനമടക്കം അതിസങ്കീർണമായ ഭൂപ്രശ്നങ്ങൾ നിലനിൽക്കുന്ന മേഖലയിൽ പാട്ടഭൂമിയിൽ പോലും വൻകിട റിസോർട്ടുകൾക്ക് അനുമതി കൊടുക്കുന്ന നിലപാടെടുക്കുന്ന ജില്ലാ കളക്ടർ സാധാരണ പൗരന്റെ ലൈഫ് ഭവന പദ്ധതിയിൽപ്പെട്ട വീടുകൾ ഏലപ്പട്ടയ ഭൂമിയിലെ വീടുകൾ തടഞ്ഞു വച്ചിരിക്കുന്നു എന്നുള്ള ഗുരുതരമായ കുറ്റമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. അത് തന്നെയുമല്ല, പീരുമേട് മേഖലയിൽ വ്യാപകമായി ഉപേക്ഷിക്കപ്പെട്ട തോട്ടങ്ങൾ മുറിച്ചു വിൽക്കുന്ന ഒരു ഉന്നതതല റവന്യൂ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നു എന്നും ഞങ്ങൾ കരുതുന്നു. അതുപോലെ വാഗമൺ മേഖലയിലെ കള്ളപ്പട്ടയവുമായി ബന്ധപ്പെട്ട യാതൊരു നടപടിയും എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, സാധാരണ ജനങ്ങളെ ഉപദ്രവിച്ചുകൊണ്ട് ഇത്തരം നടപടികളെ മറയ്ക്കുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. ഇത് സംബന്ധിച്ച് കൃത്യമായും
സംസ്ഥാന ഉന്നതതല സംഘങ്ങളുടെ ഇടപെടൽ ഇതിലുണ്ട് എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയം സമഗ്രമായി അന്വേഷിക്കുന്നതിന് CBI തന്നെ വേണമെന്നാണ് അതിജീവന പോരാട്ടവേദി ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് കൃത്യമായും ഹൈക്കോടതിയിൽ പുതിയ ഹർജി ഫയൽ ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇടുക്കി ജില്ലയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഭൂവിഷയങ്ങളിൽ കക്ഷി കൂടിയാണ് അതിജീവന പോരാട്ടവേദി. ജില്ലയിലെ അനധികൃത ഭൂ ഇടപാടുകളിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും പ്രധാന ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ ഉണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടാണ് പോരാട്ടവേദി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. മൂന്ന് ചെയിൻ മേഖലയിലെ പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവുമായി അയ്യപ്പൻകോവിൽ നിവാസികൾ. പട്ടയ പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകളിലും നൽകിയ അപേക്ഷകളിൽ സർക്കാരിൽ നിന്നും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല. ഇതോടെയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മൂന്ന് ചെയിൻ പട്ടയവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങളാണ് ഉയരുന്നത്. മേഖലയിലെ പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധവും ശക്തമാണ്. പട്ടയവുമായി ബന്ധപ്പെട്ട് കർഷകനായ ചെമ്പൻകുളം ബാബു മുഖ്യമന്ത്രിക്കുൾപ്പെടെ വിവിധ വകുപ്പുകൾക്ക് പരാതി നൽകിയിരുന്നു. പരാതിക്ക് ലഭിച്ച മറുപടിയിൽ പറയുന്നത് പട്ടയപ്രശ്നവുമായി ബന്ധപ്പെട്ട് പുതിയ ഉത്തരവുകളും നിർദ്ദേശങ്ങളും ലഭിച്ചിട്ടില്ലെന്നും ലഭിക്കുന്ന മുറയ്ക്ക് നടപടി സ്വീകരിക്കുമെന്നുമാണ്. ഈ അയ്യപ്പൻകോവിൽ മേഖലകളിൽ വളരെ 80 വർഷത്തിലധികം കാലമായിട്ട് ആൾക്കാർ താമസിക്കുന്നതാണ്. കുടിവെള്ള സൗകര്യവും വഴി സൗകര്യവും ഉദ്ദേശിച്ച് ഈ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം ആൾക്കാരും 80% ആൾക്കാരും ഈ മൂന്നിയൻ പ്രദേശത്ത് താമസിക്കുന്നത്. ഈ മാറി മാറി വരുന്ന സർക്കാരുകളെ മൂന്നിയനിൽ പട്ടയം കൊടുക്കാതെ ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയ്ക്ക് ഇലക്ഷൻ വരുമ്പോഴൊക്കെ കാര്യമായിട്ട് ഇവിടെ അളവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, റവന്യൂ മിനിസ്റ്റർ, നമ്മുടെ ഇടുക്കിയിലെ റോഡ് ശാസ്ത്രം വരയ്ക്കൽ നിവേദനം കൊടുത്ത പ്രകാരം ഇന്നലെ എനിക്ക് സ്പെഷ്യൽ തഹസിൽദാർ ഒരു കത്ത് കരുതിയിട്ടുണ്ടായി. നിലവിലത്തെ നിയമപ്രകാരം ഇവിടെ മൂന്നിയനിലെ പട്ടയം കൊടുക്കാനായിട്ട് സർക്കാർ നിർദ്ദേശങ്ങളോ മറ്റ് നിയമ വ്യവസ്ഥകളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നാണ് ഇന്നലെ എന്നെ അറിയിച്ചിട്ടുള്ളത്. അതാ സർക്കാർ തലത്തിൽ നിയമനിർമ്മാണം നടത്തുകയും ഇവിടുത്തെ അയ്യപ്പൻകോവിൽ മേഖലയിലുള്ള ആൾക്കാർക്ക് പട്ടയം കൊടുക്കാൻ നിർദ്ദേശം കൊടുത്താലോ അല്ലെങ്കിൽ നിയമഭേദഗതി നടത്തിയാലോ അവർക്ക് തുടർ നടപടി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇന്നലെ എനിക്ക് കിട്ടിയ കത്തിൽ പറയുന്നത്. ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് സമയത്ത് നടന്ന സർവേ പ്രഹസനമായിരുന്നെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഇടുക്കിയിൽ നിന്നും ഒരു മന്ത്രിയുണ്ടെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മന്ത്രി പ്രവർത്തിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഞങ്ങൾക്ക് പട്ടയം തരാമെന്ന് വർഷങ്ങളായിട്ട് സർക്കാർ പറയും, പല പ്രാവശ്യവും വന്ന് അളന്നുകൊണ്ട് പോവുകയും, പക്ഷേ ഞങ്ങൾക്ക് പട്ടയം അത് കഴിയുമ്പോൾ പട്ടയം ഇല്ല. ഇപ്പം സർക്കാർ അറിയാതെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനോ അവർക്ക് വേണ്ടി വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒരു ലോൺ എടുക്കാനോ ഞങ്ങൾക്കൊരു വീട് പോലും ഇല്ല. ഒരു വീട് ഞങ്ങൾക്ക് പുനരുദ്ധീകരിക്കാൻ പോലും ഒരു പട്ടയം വെച്ചൊരു പൈസ എടുക്കാനൊന്നും ഞങ്ങൾക്ക് ഇതുവരെയും സാധ്യമാകുന്നില്ല. അത് കാരണം ഞങ്ങളിവിടെ കിടക്കുന്ന അനേകായിരം ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് പട്ടയം തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് പട്ടയം തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം അളന്നുകൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ഒരു രേഖ പോലും അവരുടെ ഓഫീസിൽ ചെല്ലുമ്പോൾ ഇല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പട്ടയം തന്നേ പറ്റൂ എന്ന് അപേക്ഷിക്കുന്നു. 25 വർഷമായിട്ട് ഇവിടെ താമസമാണ്. ഈ പട്ടയം 3 ചെയിനിന് പട്ടയം തരാമെന്ന് പറഞ്ഞ് പല പ്രാവശ്യം അളന്നിട്ടും പട്ടയത്തിൻ്റെ യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ നടപടികൾ എത്രയും വേഗം നടത്തിയിട്ട് 2 പ്രാവശ്യം ഇത് അളന്നതാണ് സ്ഥലം. പട്ടയം തരാമെന്നും പറഞ്ഞാണ് അളന്നത്. പട്ടയത്തിന് ആണെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന് ഞങ്ങൾ കാശ് കൊടുക്കുകയും ചെയ്ത അളന്നതിന്. ഇപ്പം അതിനെപ്പറ്റി ഒരു അനുഭവമില്ല, ഒരു നടപടി. എത്രയും വേഗം നടപടി പൂർത്തിയാക്കി മൂന്ന് ചെയിൻ മേഖലയിലെ പട്ടയ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കർഷകർ പറഞ്ഞു. ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയപ്പോൾ ഫ്യൂസ് ഊരി ജോലിയോട് ആത്മാർത്ഥത കാണിച്ച KSEBക്ക് 8ന്റെ പണി. KSEBയോട് ഓഫീസ് കെട്ടിടത്തിന്റെ വാടകയടയ്ക്കാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. ഇതോടെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പോര് മുറുകുകയാണ്. നെടുങ്കണ്ടം ടൗൺ ഹാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം കിഴക്കേക്കവലിയിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ ഹാളിലെ വൈദ്യുതി KSEB വിച്ഛേദിച്ചത്. ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയതിനെ തുടർന്നായിരുന്നു നടപടി. വൈദ്യുതി വിച്ഛേദിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തിൽ മുൻകൂട്ടി അറിയിപ്പും നൽകിയില്ല. തുടർന്ന് പഞ്ചായത്ത് ബിൽ തുക അടച്ചതോടെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയായിരുന്നു. എന്നാൽ വിവിധ ഓഫീസുകൾ ഉൾപ്പെടെ 30ഓളം ബില്ലുകളാണ് പഞ്ചായത്ത് അടയ്ക്കുന്നതെന്നും കഴിഞ്ഞ തവണ അടച്ചപ്പോൾ ടൗൺ ഹാളിന്റെ ബില്ലടയ്ക്കാൻ വിട്ടുപോയതാണെന്നും പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു. അതേസമയം ടൗൺ ഹാളിന് സമീപത്തുള്ള പഞ്ചായത്ത് വക സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന KSEB മാസങ്ങളായി വാടക നൽകിയിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു.
പതിവായി വാടക കുടിശ്ശിക വരുത്തിയവരാണ് ഒരു ദിവസം ബില്ലടയ്ക്കാൻ താമസിച്ചപ്പോൾ ഫ്യൂസ് ഊരിയതെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു. പഞ്ചായത്ത് 3200ഓളം രൂപ കുടിശ്ശിക വരുത്തിയപ്പോൾ KSEB പഞ്ചായത്തിന് നൽകാനുള്ളത് 500,000-ലധികം രൂപയാണെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലേഖ ത്യാഗരാജൻ പറഞ്ഞു. ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് കമ്മ്യൂണിറ്റി ഹാളിന്റെ ബില്ല് അടച്ചിട്ടില്ലെന്ന് പറയുകയും അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാവരും ഉണ്ണാൻ പോയിരിക്കുകയാണ്, ഒരു 2 മണിയോടെ ബില്ല് അടച്ചേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 മണിയോടെ ഞാൻ ഇവിടെ വരികയുണ്ടായി. അതുപോലെ തന്നെ ഫോണിൽ വിളിച്ചപ്പോഴത്തേന് പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, നിങ്ങളല്ലേ, നിങ്ങളുടെ ഭരണമല്ലേ, അപ്പോൾ KSEBക്ക് ബില്ല് അടയ്ക്കാതിരിക്കുന്ന വളരെ മോശമല്ലേ പ്രസിഡന്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ ഉടനെ തന്നെ അടച്ചേക്കാമെന്ന് പറഞ്ഞു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്രട്ടറി വിളിച്ച് അന്നേരം തന്നെ ഞാൻ പറയുകയും സാറും അതുപോലെ ബില്ല് അടയ്ക്കുന്ന സ്റ്റാഫും അവിടെ എത്തുകയും അവർ പറഞ്ഞു രാവിലെ വിളിച്ചതാണ്, അവിടെ കുടിശ്ശികയില്ലെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോഴാണ് സെക്രട്ടറി പറയുന്നത് ഫ്യൂസ് ഊരിയെന്നാണ് അറിഞ്ഞത്. അതുപോലെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേന് ഈ പരാതി പറഞ്ഞ ആളെ കാണുകയും പുള്ളിക്കാരൻ പറഞ്ഞു ഫ്യൂസ് ഊരിയില്ല, പക്ഷെ കണക്ഷൻ വിച്ഛേദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബില്ല് അടയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്ന് പറയുകയാണുണ്ട്. എന്നാൽ ഈ KSEB നമുക്ക് ഈ സ്ഥാപനം നമുക്ക് ഒരു 53,000 രൂപ വാടക അടയ്ക്കാനുണ്ട്. അതുപോലെ തന്നെ മാസം നമ്മൾ ഒരു 2 ലക്ഷം രൂപയോളം KSEBക്ക് കറണ്ട് ബില്ലിനത്തിൽ 50 അംഗൻവാടികൾ ഉൾപ്പെടെ അടച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനിടയ്ക്കാണ് ഈ ഓരോ ബില്ല് 3100 രൂപയുടെ ഒരു ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പെട്ടെന്ന് കാരണം ഇത് അടയ്ക്കാൻ വൈകിയെന്ന് തന്നെ 2 ദിവസം അവധിയായിരുന്നു. ഞായറും തിങ്കളാഴ്ച പിന്നെ ബക്രീദിന്റെ അവധിയും കൂടെ ആയതിനാലാണ് നമുക്ക് അടയ്ക്കാൻ പറ്റാഞ്ഞത്. എന്നാൽ ഇവര് സെക്രട്ടറിയെ വിളിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചോ പറഞ്ഞിരുന്നെങ്കിൽ രാവിലെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനം നമ്മളത് ചെയ്തതിന് ഉച്ചയ്ക്ക് 1:30 സമയത്താണ് വിളിച്ച് പറയുന്നത്. 2:30 ഇവിടെ കൊണ്ടുവന്ന് പൈസ അടയ്ക്കുകയും ചെയ്തായിരുന്നു. സംഭവത്തെ തുടർന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് അംഗങ്ങൾ KSEB ഓഫീസിന് മുമ്പിൽ പ്രതിഷേധിച്ചു. വാടക കുടിശ്ശിക ഉടൻ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് KSEBക്ക് നോട്ടീസ് അയക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു. കട്ടപ്പന കല്യാണത്തണ്ടിൽ 6 മാസമായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ അന്യസംസ്ഥാന തൊഴിലാളിയുടെ ശ്രമം. കല്യാണത്തണ്ട് സ്വദേശികളായ സന്ദീപ്, ഉണ്ണിമായ ദമ്പതികളുടെ 6 മാസമായ പെൺകുട്ടിയെയാണ് ജാർഖണ്ഡ് സ്വദേശി ജനലിലൂടെ പുറത്തെടുത്ത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. കല്യാണത്തണ്ട് സ്വദേശികളായ സന്ദീപ്, ഉണ്ണിമായ ദമ്പതികളുടെ 6 മാസം പ്രായമായ പെൺകുട്ടിയെയാണ് ജാർഖണ്ഡ് സ്വദേശി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്. വീടിന്റെ വാതിലിൽ മുട്ടിവിളിച്ചതിനെ തുടർന്ന് ഉണ്ണിമായ കുട്ടിയുമായി വാതിൽ തുറക്കുന്നതിന് മുന്നോടിയായി ജനലിന്റെ സമീപത്തേക്ക് വന്നു. മുട്ടിവിളിച്ചത് ആരാണെന്ന് നോക്കുന്നതിനിടയിലാണ് കയ്യിലിരുന്ന 6 മാസമായ കുട്ടിയെ ജനലിനിടയിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കാൻ ഇയാൾ ശ്രമം നടത്തിയത്. ഉണ്ണിമായ ബഹളം വെച്ചതിനെ തുടർന്ന് ആളുകൾ ഓടിയെത്തിയെങ്കിലും ഇയാൾ കടന്നു കളഞ്ഞു. തുടർന്ന് പ്രദേശവാസികൾ പോലീസിൽ വിവരമറിയിക്കുകയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തുകയും ചെയ്തു. 2 കിലോമീറ്റർ അകലെ നിന്നുമാണ് ഇയാളെ പിടികൂടിയതെന്ന് നാട്ടുകാർ പറഞ്ഞു. കൊച്ചു വിളിച്ചിട്ട് എൻ്റെ ഭാര്യയും എൻ്റെ പെങ്ങളും കൂടെ പണിക്ക് പോയതാണ്. പെങ്ങളുടെ മകനും പണിക്ക് പോയിരിക്കുന്നത്, നെടുങ്കണ്ടത്ത് പണിക്ക് പോയിരിക്കും. ഭാര്യയും പെങ്ങളെ പണിയെ തൊട്ട് താഴെയാണ്. ഞാൻ വരുമ്പോഴത്തേക്ക് അവരും കയറി ഓടി വന്നു. എൻ്റെ ഭാര്യയും പിന്നെ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഓടിച്ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ബംഗാളി കയറി വിളിച്ചപ്പോൾ തന്നെ പെങ്ങളെ വെച്ച് 6 മാസം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിനെ എടുത്തോണ്ട് ജനലിൻ്റെ അടുത്തോട്ട് വന്നപ്പോഴത്തേനും ജനലുകളെ കൈയിട്ട് കുഞ്ഞിനെ വാരിയെടുക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കടന്ന് കാറി. അപ്പോഴത്തേക്കും ഞാൻ നോബിളിനെ വിളിച്ചു. നോബിളിപ്പോൾ വന്ന് എല്ലാവരെയും വിളിച്ചു. ഞാൻ വരുമ്പോഴത്തേക്കും ഇവരെല്ലാം അവിടെ ഉണ്ട്. പിന്നെ ഇവന് ഏലക്കാട്ടികൾ ചാടി ഇറങ്ങി ഓടി. ഏലക്കാട്ടിൽ ഓടി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ താഴേക്കും വിളിച്ചു, മേളിലേക്കും വിളിച്ചു. നമ്മുടെ ഉദ്ദേശത്തിൽ കൂടെ പാഞ്ഞു പോകാനുള്ള സ്ഥലങ്ങളെല്ലാം വിളിച്ചപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ അമ്പലത്തിന് താഴെ വെച്ച നാട്ടുകാരെ തടഞ്ഞു നിർത്തി. അങ്ങനെയാണ്. ജാർഖണ്ഡാണ് സ്വദേശമെന്നും ലുക്കീറാം മറയ്യ എന്നാണ് പേരെന്നുമാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് മാനസിക വൈകല്യം ഉണ്ടെന്നാണ് സംശയിക്കുന്നത്. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയ്ക്ക് മുൻപിൽ UDF പ്രവർത്തകർ സായാഹ്ന ധർണ നടത്തി. നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകാത്ത ഉൾപ്പെടെ ബാങ്കിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ സമരം ഉദ്ഘാടനം ചെയ്തു. തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്കിൽ പണം നിക്ഷേപിച്ചവർക്ക് നിക്ഷേപത്തുക തിരിച്ചു നൽകാത്ത വിഷയവും ബിനാമി വായ്പകൾ വഴി ഭരണസമിതിയും ഇടതുപക്ഷ പ്രവർത്തകരും പണം തട്ടിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഉന്നതതല അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF വാത്തിക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. ബാങ്കിന്റെ കനകക്കുന്ന് ശാഖയ്ക്ക് മുൻപിൽ നടത്തിയ സായാഹ്ന ധർണ DCC ജനറൽ സെക്രട്ടറി MD അർജുനൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഓഡിറ്റ് നടത്തുന്ന AR അസിസ്റ്റന്റ് ASR ഓഡിറ്റ് നെടുങ്കണ്ടത്ത അവിടുന്ന് നോട്ടീസ് പലർക്കും കിട്ടിയപ്പോഴാണ് ഇങ്ങനെ ലോൺ എടുത്തിട്ടുണ്ട്, കുടിശ്ശിക ബാധ്യതയാണെന്ന് അറിയുന്നത് തന്നെ. ആരും അവരോട് പറഞ്ഞിട്ടില്ല. എങ്ങനെയെല്ലാം ഞങ്ങളുടെ നാട്ടിൽ പറയും, സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പ് വരുമ്പോഴാണ് ഭർത്താവ് മരിച്ച പല സ്ത്രീകളും കൗണ്ടറിൽ ചെല്ലുക ഭർത്താവിനെ കാണാൻ. CPM-കാർ കൊണ്ടുവരികയാണ് അവരെ സ്വർഗത്തിൽ നിന്നോ നരകത്തിൽ നിന്നോ വോട്ട് ചെയ്യിക്കാൻ വേണ്ടി. പല ഭാര്യമാരും കാത്തു നിൽക്കുക സഹകരണ ബാങ്കിന്റെ തിരഞ്ഞെടുപ്പിൽ. എന്നാൽ ഇവരെല്ലാം വരും, മരിച്ചവരെല്ലാം വരും. ഇത് തോപ്രാംകുടി സർവീസ് സഹകരണ ബാങ്ക് ആണെങ്കിൽ കഞ്ഞിക്കുഴിയിൽ നിന്ന്
കട്ടപ്പനയിൽ നിന്ന്, കാഞ്ചിയാറിൽ നിന്ന്, ഞാൻ അറിഞ്ഞിടത്തോളം മാങ്കുളത്തു നിന്ന് വരെ ആൾക്കാർ വന്ന് വോട്ട് ചെയ്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം ഇതിൻ്റെ വിസ്തൃതി. പാത്തിക്കുടി പഞ്ചായത്തിൻ്റെ 4-5 വാർഡേ ഉള്ളൂ, പക്ഷേ അങ്ങ് മാങ്കുളം വരെ കിടക്കുക CPM-ൻ്റെ ഏറിയ. സകല സഖാക്കളെയും വ്യാജ കാർഡുകൾ കൊണ്ട് ഇറക്കുമതി ചെയ്യും. നേരെ ചൊവ്വ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ യാതൊരു തർക്കവുമില്ല. കേരളത്തിലെ മുഴുവൻ സർവീസ് സഹകരണ ബാങ്കുകളും ഐക്യ ജനാധിപത്യത്തിന് പിടിച്ചെടുക്കുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. കോൺഗ്രസ് വാത്തിക്കുടി മണ്ഡലം പ്രസിഡന്റ് സാജു കാരക്കുന്നിൽ അധ്യക്ഷനായിരുന്നു. കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി നോബിൾ ജോസഫ്, DCC സെക്രട്ടറിമാരായ ജെയ്സൺ കെ ആന്റണി, അഡ്വക്കേറ്റ് KB സെൽവം, മറ്റ് നേതാക്കളായ ഷൈനി സജി, അഡ്വക്കേറ്റ് എബി തോമസ് തുടങ്ങിയ നിരവധി ആളുകൾ സംസാരിച്ചു. കട്ടപ്പന ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറുടെ അധ്യാപക ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി കട്ടപ്പനയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് മനോജ് M. തോമസ് ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന DEO ഓഫീസിൽ അധ്യാപകർക്ക് വരുന്നതിൽ നിയന്ത്രണവും വരുന്നവരെ ശകാരിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്ന DEOയുടെ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി പന്തം കൊളുത്തി പ്രകടനം സംഘടിപ്പിച്ചത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജ് M. തോമസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായിട്ടും അത് പരിശോധിക്കേണ്ടതാണ്. നമുക്കറിയാം, ജനാധിപത്യത്തിൽ ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ജനസേവകരാണ്. ജനസേവകരായിട്ടുള്ള ആളുകൾ ജനങ്ങളുടെ ശമ്പളം, ജനങ്ങളുടെ കരം അടയ്ക്കുന്ന ശമ്പളം പറ്റി ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നമുക്കറിയാം, രക്തത്തിളപ്പ് കാണുമായിരിക്കും. ഈ DEO എന്ന് പറയുന്നത് നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രൊമോഷനിൽ കൂടെ ആയി വന്ന ആളുകളാണ് DEOമാരായിരുന്നതെങ്കിൽ ഇപ്പോൾ KAC കൂടെ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റിൽ വന്ന ആൾ ആയിക്കഴിഞ്ഞപ്പോൾ അതിനുള്ള രക്തത്തിളപ്പ് ഉണ്ടായെങ്കിൽ ആ രക്തത്തിളപ്പ് കാണിക്കേണ്ട സ്ഥലം DEO ഓഫീസല്ല, അത് തൻ്റെ വീട്ടിലാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രക്തത്തിളപ്പ് ഇവിടെയല്ല കാണിക്കേണ്ടത്. ഇത് ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളാ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ജനങ്ങളോട് മാന്യമായിട്ട് പെരുമാറാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ജനകീയ വിചാരണ തന്നെ നടത്തേണ്ടതായിട്ട് വരും എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നിയമനകാര്യങ്ങൾ അന്വേഷിക്കാനെത്തിയ വലിയ തോവാള സ്കൂളിലെ സംസ്കൃതം അധ്യാപികയോട് DEO മോശമായി പെരുമാറുകയും അധ്യാപിക കുഴിഞ്ഞു വീഴുകയും ചെയ്തു. ഇത്തരം മോശമായ പെരുമാറ്റവുമായി മുന്നോട്ടു പോയാൽ ശക്തമായ സമര പരിപാടികളുമായി KSSTF രംഗത്തിറങ്ങുമെന്നും ജില്ലാ കമ്മിറ്റി അറിയിച്ചു. KSSTF സംസ്ഥാന ജനറൽ സെക്രട്ടറി ജിമ്മി മറ്റത്തിപ്പാറ, യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോമോൻ പൊടിപ്പാറ, KSCM ജില്ലാ പ്രസിഡന്റ് ആകാശ് മാത്യു എന്നിവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ 26-ന് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി യോഗം ചേരും. പുതിയ ബസ് സ്റ്റാൻഡിൽ പുതുതായി ആരംഭിച്ച താൽക്കാലിക ഓട്ടോറിക്ഷ പാർക്കിംഗുമായി ബന്ധപ്പെട്ടാണ് തർക്കം നിലനിൽക്കുന്നത്. ബസ് സ്റ്റാൻഡിന് പുറത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡുണ്ട്. എന്നാൽ പെർമിറ്റ് പോലുമില്ലാത്ത മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഓട്ടോറിക്ഷകൾ ബസ് സ്റ്റാൻഡിനുള്ളിൽ കയറി ട്രിപ്പ് എടുക്കുന്നത് മൂലം സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടോറിക്ഷകൾക്ക് ഓട്ടം ലഭിക്കാതെ വരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഡ്രൈവർമാർ നഗരസഭയിലും പോലീസിലും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് 5 ഓട്ടോറിക്ഷകൾ സ്റ്റാൻഡിനുള്ളിൽ തടസ്സമില്ലാതെ പാർക്ക് ചെയ്ത് ഓട്ടം പോകുന്നതിന് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി താൽക്കാലിക അനുവാദം നൽകിയത്. എന്നാൽ ഇതിനെതിരെ വ്യാപാരി വ്യവസായി സമിതി രംഗത്ത് വന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി നഗരസഭയിൽ ട്രാഫിക് കമ്മിറ്റി ചേർന്നത്. 26-ന് ട്രേഡ് യൂണിയൻ നേതാക്കളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ഉൾപ്പെടുത്തി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ച പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് തീരുമാനം. ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ യോഗം 26-ാം തീയതി 26/6/24 കൂടാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ യോഗമാണ് ഇന്നിവിടെ കൂടിയത്. മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ താൽക്കാലികമായി ഒരു 5 വാഹനങ്ങൾ ഇടുന്നതിനുള്ളൊരു സൗകര്യം ചെയ്തു കൊടുക്കുകയുണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച നിരവധി പരാതികൾ വ്യാപാരി വ്യവസായികളുടെ ഭാഗത്തു നിന്നും ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും മറ്റ് ട്രേഡ് യൂണിയനുകളുടെ അടക്കമുള്ള വിവിധ ഭാഗത്തു നിന്ന് നിരവധി പരാതികൾ ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഈ മാസം 26-ാം തീയതി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെ വിപുലമായ യോഗം മുഴുവൻ ട്രേഡ് യൂണിയൻ പ്രതിനിധികളെയും ഈ പരാതിക്കാരെയും അതുമായി ബന്ധപ്പെട്ട ആളുകളെയും കൂട്ടിച്ചേർത്ത് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൻ്റെ ചേംബറിൽ ചേരുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. ആയതിൽ വെച്ച് പുതിയ ബസ് സ്റ്റാൻഡുമായി ഉണ്ടായിരിക്കുന്ന മുഴുവൻ തർക്കങ്ങളും ആ യോഗത്തിൽ വെച്ച് പരിഹരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മുനിസിപ്പാലിറ്റിക്ക് ഇക്കാര്യത്തിൽ വളരെ ഉദാരമായ സമീപനവും. നഗരസഭയിൽ ചെയർപേഴ്സൺ ബീന ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കമ്മിറ്റിയിൽ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കൗൺസിലർ സിജു ചക്കുമുട്ടിൽ, വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളായ MC ബിജു, PK ഗോപി, ശ്രീകുമാർ, പോലീസ്, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും അനുമോദന യോഗവും സഹകാരി സംഗമവും 22-ന് നടക്കും. രാവിലെ 9:30 ബാങ്ക് ഓഡിറ്റോറിയത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കട്ടപ്പനയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 16,576 പേർക്ക് അംഗത്വമുള്ള മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 24.58 ലക്ഷം രൂപയാണ് ലാഭവിഹിതമായി വിതരണം ചെയ്യുന്നത്. വളം ഡിപ്പോ, നീതി മെഡിക്കൽ സ്റ്റോർ, നീതി ലാബ് എന്നിവയും പ്രവർത്തിക്കുന്നു. സർക്കാരിന്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു. പ്രളയാനന്തര ധനസഹായം, രോഗബാധിതർക്ക് ചികിത്സാധനം തുടങ്ങിയവയും നടപ്പാക്കുന്നുണ്ട്. കാർഷികം, വ്യക്തിഗതം, വിദേശ പഠനം, ജോലി, വസ്തുവാങ്ങൽ, വീട് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് വായ്പകൾ നൽകുന്നു. വിവിധ നിക്ഷേപ പദ്ധതികളും നടപ്പിലാക്കിയതായി ഭാരവാഹികൾ പറഞ്ഞു. 35 കോടിയിലധികം വരുന്ന തുകയുടെ നിക്ഷേപവും 45 കോടിയിലധികം വരുന്ന തുക വായ്പയുള്ള സ്ഥാപനമായി നിലനിൽക്കുകയാണ്. 2016 മുതൽ തുടർച്ചയായി 12% വരെ ലാഭവിഹിതം വിതരണം ചെയ്ത കാലയളവിൽ വരെ നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞു. ഇടയ്ക്കുള്ള എല്ലാ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വർഷം 24,58 ലക്ഷം രൂപ 16,000-ലധികം വരുന്ന മെമ്പർമാർക്കായി വിഭജിച്ച് നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഈ വരുന്ന 22-ാം തീയതി രാവിലെ 9:00-ക്ക് കേരളത്തിൻ്റെ ബഹുമാനായ ജലവിഭവ മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം SLCക്ക് എല്ലാ വിഷയത്തിലും A+ നേടിയ ബാങ്കിലെ സഹകാരികളുടെ മക്കൾക്ക് പാരിതോഷികം കൊടുക്കുവാനും അവരെ ആദരിക്കുന്നതിന് വേണ്ടി കൂടിയ ചടങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. ബാങ്ക് പ്രസിഡന്റ് EN ചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും. SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ് അനുമോദിക്കും. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ക്യാഷ് അവാർഡ് വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, പാക്ട് ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താസമ്മേളനത്തിൽ EN ചന്ദ്രൻ, തോമസ് കാരക്കാവയലിൽ, ഷാജി വരകുകാലാപ്പറമ്പിൽ, KV ബെന്നി, MG ബിജു, RD ഷിജോ എന്നിവർ പങ്കെടുത്തു. നെടുങ്കണ്ടത്ത് GST വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ ഉപയോഗിക്കാതെ നശിക്കുന്നു. കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങളിലാണ് വർഷങ്ങളായി താമസക്കാർ ഇല്ലാത്തത്. നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിക്ക് സമീപമാണ് GST വകുപ്പിന്റെ ക്വാർട്ടേഴ്സുകൾ സ്ഥിതി ചെയ്യുന്നത്. കിടപ്പുമുറി, അടുക്കള, ഹാൾ, ശുചിമുറി തുടങ്ങിയ സൗകര്യങ്ങൾ ഉള്ള 15ഓളം ക്വാർട്ടേഴ്സുകൾ ഉണ്ട്. ഇവയിൽ ഏതാനും കെട്ടിടങ്ങളിൽ മാത്രമാണ് താമസക്കാരുള്ളത്. ചില കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകളും ടൈലുകളും തകർന്നു. മീറ്റർ ബോർഡുകളിൽ കിളികൾ കൂടുകൂട്ടി. നെടുങ്കണ്ടത്തെ താലൂക്ക് ഓഫീസിനോട് ചേർന്ന് കുറെ വ്യവസായ വകുപ്പിന്റെ കുറെ ബിൽഡിങ്ങുകൾ കിടപ്പുണ്ട്. ആ ബിൽഡിങ്ങുകൾ ഇപ്പോൾ അനാഥമായി കിടക്കുകയാണ്, കാട് കയറി നശിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇപ്പോൾ താമസമില്ല. അഥവാ ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ താമസിക്കാൻ വേണ്ടി അത് അവരുടെ വകുപ്പിലേക്ക് ഒരു അപേക്ഷ വെച്ചാൽ അത് നിരസിക്കുകയാണ്. വേറെ അവിടെ ഒരു സംവിധാനം ഒരുക്കുന്നില്ല. ഇപ്പം നായ്ക്കളുടെ ഒരു വിരഹ കേന്ദ്രമായി അവിടെ മാറിയിട്ടുണ്ട്. സർക്കാർ ഇത് ആരോഗ്യവകുപ്പിനെങ്ങാനും കൈമാറിയാൽ നെടുങ്കണ്ടത്ത് ഇപ്പം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി മാറാൻ പോവുകയാണ്. അവർക്കത് ഉപകാരപ്രദമായി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇത് ഒന്നിനുമില്ലാതെ ഇങ്ങനെ സർക്കാരിൻ്റെ കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകളാണ് ഇങ്ങനെ പതനത്തിലേക്ക് പോകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പല പ്രാവശ്യമായി ഒന്നെങ്കിൽ ഇതേതെങ്കിലും വകുപ്പിന് വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അത് ഒന്ന് വർക്കിംഗ് ആക്കുക, ഇതിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു നടപടി ഇന്നുവരെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. താമസക്കാർ ആരുമില്ലെങ്കിലും കെട്ടിടത്തിന്റെ കോൺക്രീറ്റിംഗിലെ ചോർച്ച തടയാൻ മേൽക്കൂരയിൽ കോൺക്രീറ്റിംഗിന് മുകളിൽ ലക്ഷങ്ങൾ മുടക്കി ഷീറ്റും മേഞ്ഞിട്ടുണ്ട്. വാണിജ്യ നികുതി വകുപ്പ് GST വകുപ്പായി മാറിയപ്പോൾ ജീവനക്കാരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ട്. ഇതാണ് ക്വാർട്ടേഴ്സുകൾ കാലിയായി കിടക്കാനുള്ള കാരണം. ക്വാർട്ടേഴ്സുകൾ മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുക്കാനും നടപടിയില്ല. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വായന ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന വായനാ ദിനാചരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവായ PN പണിക്കരുടെ അനുസ്മരണത്തിന്റെ ഭാഗമായാണ് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെയും ഗ്രാമപഞ്ചായത്ത് ലൈബ്രറിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ വായനാ ദിനാചരണവും PN പണിക്കർ അനുസ്മരണവും സാഹിത്യ ക്വിസ് മത്സരവും കവിയരങ്ങും സാംസ്കാരിക സംഗമവും സംഘടിപ്പിച്ചത്. വായന പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വായനാ ദിനാചരണം സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ദിനാചരണം ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. ഈ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിച്ചു പോകുമ്പോൾ നമുക്ക് ദിനാചരണങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ നോക്കിയാൽ നമ്മളുടെ എല്ലാവരുടെയും വാട്സപ്പ് സ്റ്റാറ്റസുകളിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്റ്റാറ്റസുകളിലോ നമ്മൾ കാണുന്നത് എല്ലാ ദിവസവുമുള്ള ഓരോ ദിനാചരണങ്ങളാണ്.
അത് അച്ഛന് വേണ്ടി ഒരു ദിനം, അമ്മയ്ക്ക് വേണ്ടി ഒരു ദിനം, സഹോദരന് വേണ്ടി ഒരു ദിനം, മകൾക്ക് വേണ്ടി ഒരു ദിനം, ഹൃദയത്തിന് വേണ്ടി ഒരു ദിനം, പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിനം, രക്തം ദാനം ചെയ്യുന്നതിന് വേണ്ടി ഒരു ദിനം, അങ്ങനെ എല്ലാ ദിനവും ഓരോ ദിനാചരണങ്ങളുടെ ഭാഗമായി മാറുമ്പോൾ ജൂൺ 19 ഒരു വായനാ ദിനം എന്ന രീതിയിൽ മാത്രം മാറി പോകാതിരിക്കാൻ കൂടി പുതുതലമുറയെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കുക, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുക എന്നതും കൂടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യമായി നമ്മൾ എടുക്കേണ്ടതുണ്ട്. തുടർന്ന് നടന്ന PN പണിക്കർ അനുസ്മരണവും സാംസ്കാരിക സംഗമവും കവിയും നിരൂപകനുമായ സുഗതൻ കരുവാറ്റ ഉദ്ഘാടനം ചെയ്തു. എപ്പോഴെത്തി സുഖം തന്നെയോ നമ്മൾ കണ്ടുപോയിട്ടു നാളത്രയേറെയാ. 1996 കേരള സർക്കാർ ഔദ്യോഗികമായി അത് പ്രഖ്യാപിച്ചു. സന്ധികളിൽ പുസ്തകങ്ങളുമായി ഗ്രാമാന്തരങ്ങളിൽ നടന്ന് അക്ഷരങ്ങളെ ചുമന്ന് ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാടുകളിൽ ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചുകൊണ്ട് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് അദ്ദേഹം ഖ്യാതി ചെയ്യുന്നു. എന്തിനാണ് വായിക്കുന്നത്, വായിക്കാൻ എന്ത് നേട്ടം എന്ന് ചിന്തിക്കുന്നുണ്ടാവും. വായിക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഒരു ലോകത്ത്, ഒരു ജീവിതത്തിൽ ഒക്കെ നമ്മൾ പരിചയപ്പെടും. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വർഗീസിന്റെ നേതൃത്വത്തിൽ നടന്ന വായനാ ദിനാചരണത്തിൽ സാഹിത്യകാരന്മാരായ ജിജോ രാജകുമാരി, KC രാജു, CDF ചെയർപേഴ്സൺ ശ്യാമള ബാലൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, സെക്രട്ടറി A റംഷാദ്, സേനാപതി ശശി, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന കവിയരങ്ങിലും സാഹിത്യ ക്വിസ് മത്സരത്തിലും നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനവും നടന്നു. കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. എഴുത്ത് പഠിച്ച് കരുത്തു നേടുക, വായിച്ചു വളരുക, ചിന്തിച്ച് പ്രബുദ്ധരാകുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കം കുറിച്ചത്. വായനാ വാരാചരണത്തിന്റെയും സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം കവിയും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ നിർവഹിച്ചു. വായനയെക്കുറിച്ച് എത്രമാത്രം കഥകൾ പറഞ്ഞാലും മതിയാവില്ല. അത്രമാത്രം നിങ്ങളുടെ ഹൃദയത്തിൽ വായനയോടുള്ള ഒരു ഉത്സാഹം ഉണ്ടാവണം. പിന്നെ ഒരു കാര്യം, ടീച്ചർ പറഞ്ഞതിനെ ഒന്നുകൂടിയിട്ട് ഞാൻ മാറ്റി പറയട്ടെ. നിങ്ങൾ ഈ ഒരാഴ്ചയിൽ മാത്രമായിരിക്കരുത് നിങ്ങളുടെ വായന. ആണ്ടേക്കൊരിക്കൽ ഒരു ഓഗസ്റ്റ് 15 അരുമയായി നടയുന്ന മധുരമോ ഭാരതം. നമ്മൾ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കും, അതോടുകൂടി അങ്ങ് തീർന്നു. അതുപോരാ, ഈ വായനാ ദിനത്തിൽ നിങ്ങളെല്ലാവരും ഒരു തീരുമാനമെടുക്കുക. ടീച്ചർ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരാഴ്ചയിൽ ഒരു പുസ്തകം എടുത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും അടുത്ത പുസ്തകം എടുത്ത് വായിക്കാനുള്ള ഒരു കൗതുകം, താല്പര്യം അതൊക്കെ തോന്നും. നിങ്ങൾ കഥകളും കവിതകളും ഒക്കെ എഴുതും. സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള കയ്യെഴുത്ത് മാസികകളുടെയും അധ്യാപകരുടെ വായനാ ചിന്തകൾ നുറുങ്ങ കവിതകളാക്കി അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ മാഗസിന്റെയും പ്രകാശനകർമ്മം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ആൽബിൻ മേക്കാട്ട് നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജോസ് നരിത്തൂക്കിൽ അധ്യക്ഷനായിരുന്നു. ഹെഡ് മിസ്ട്രസ് ജിജിമോൾ മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ ജിൻസി ജോസഫ്, പ്രിൻസിപ്പൽ ജോസഫ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വായനാ ദിനാചരണം നടന്നു. സ്കൂൾ SMC ചെയർമാൻ സജിദാസ് മോഹൻ വായനാ ദിന സന്ദേശം നൽകി. വായനാ ദിനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് വിവിധ ക്ലാസുകളിലെ കുട്ടികൾ സംസാരിച്ചു. കൂടാതെ അധ്യാപകരുടെ നേതൃത്വത്തിൽ അക്ഷരമരം, വായനാ ദിന പോസ്റ്റർ രചന തുടങ്ങിയവയും സംഘടിപ്പിച്ചു. സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഉഷ KS അധ്യക്ഷയായിരുന്നു. SMC ചെയർമാൻ സജിദാസ് മോഹൻ വായനാ ദിന സന്ദേശം നൽകി. സ്റ്റാഫ് സെക്രട്ടറി ജെയ്മോൻ P ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിലെ വിവിധ അധ്യാപകരും സ്റ്റാഫ് അംഗങ്ങളും പരിപാടിക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ഗവൺമെന്റ് LP സ്കൂളിൽ വായനാ ദിനാചരണവും വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനവും നടന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അയ്യപ്പൻകോവിൽ മാട്ടക്കട്ട LP സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ സ്കൂൾ തല പ്രവർത്തന ഉദ്ഘാടനവും വായനാ ദിനാചരണവും ഏറെ പുതുമകളോടെയാണ് സംഘടിപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗം സോണിയ ജെറി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായന നമ്മളെ കാണാത്ത കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും നയിക്കും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വായിക്കാൻ ഇഷ്ടമാണോ?
കഥകൾ വായിക്കാൻ ഇഷ്ടമാണോ? വായിക്കാറുണ്ടോ? കുഞ്ഞുങ്ങൾക്ക് ആവശ്യത്തിന് പുസ്തകങ്ങളും മാസികകളും പേപ്പറുകളും ഒക്കെ ഉണ്ട്. എന്നാൽ അതിലേക്കൊന്നും ആരും തിരിഞ്ഞു പോലും നോക്കാറില്ല. കുഞ്ഞു പ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ TV-യുടെ മുന്നിലോ ഫോൺ കൊടുത്തോ അവിടെ ഇരുത്തും. ശരിക്കും വായനയെക്കുറിച്ച് മാതാപിതാക്കളോടാണ് എനിക്ക് പറയുവാനുള്ളത്. കുഞ്ഞുങ്ങൾക്ക് TV കാണുന്നതിനുള്ള ഒരു സമയം, വായിക്കുന്നതിന് വേണ്ട സമയം, അതൊക്കെ ശരിക്കും ഈ കൊച്ചുമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവുക അമ്മമാരാണ്. അപ്പൊ അവരുടെ വായനാശീലം വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്തം പ്രിയപ്പെട്ട അമ്മമാർക്കാണുള്ളത്. തുടർന്ന് വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം മാധ്യമപ്രവർത്തകൻ സോജൻ സ്വരാജ് നിർവഹിച്ചു. പുതിയ ടെക്നോളജിയുടെ കാര്യങ്ങൾ ഇപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിലുള്ള പേരൻസിന് അറിയുന്നതിന് അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ മൊബൈലിലും ടെക്നോളജിയിലും നിങ്ങൾ കുട്ടികൾക്കായിരിക്കും അറിയാവും. പുതിയ ഇപ്പം ബോഡി ഷേമിംഗ് എന്ന് പറയും. എൻ്റെ കാലത്ത് ഇവിടെ ഇരിക്കുന്ന പലരുടെയും കാലത്ത് ഒരുപാട് ഇരട്ടപ്പേരുകൾ ക്ലാസ്സുകളിൽ വിളിക്കുമായിരുന്നു. ഇപ്പം നിറത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കും, അവരുടെ ശരീരത്തിൻ്റെ വണ്ണം ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വിളിക്കും, എന്തെങ്കിലും അവരുടെ സൗന്ദര്യപരമായ പൊതുബോധത്തിൻ്റെ സൗന്ദര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കളിയാക്കി വിളിക്കും. അങ്ങനെയൊക്കെ ഉള്ള പേരുകളൊന്നും ഇപ്പോഴത്തെ കുട്ടികളിൽ കുറഞ്ഞു വരുവാണ്. വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുക, വായനയിലൂടെ അറിവ് സമ്പാദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. PTA പ്രസിഡന്റ് ഷിൻഡോ പീറ്റർ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് റാണി തോമസ്, സീനിയർ അസിസ്റ്റന്റ് മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. രാജകുമാരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ ദിനാചരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്തു. PN പണിക്കർ അനുസ്മരണത്തിന്റെ ഭാഗമായി വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ അങ്കണത്തിൽ വായനാ ദിനാചരണവും പുസ്തക പ്രദർശനവും വിജയോത്സവവും സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ഉഷാകുമാരി മോഹൻകുമാർ വായനാ ദിനാചരണവും വിജയോത്സവവും ഉദ്ഘാടനം ചെയ്തു. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് പുതുതലമുറ പുസ്തക വായനയിൽ നിന്നും അകലുന്നതായി അവർ പറഞ്ഞു. അക്ഷരങ്ങളുടെ പ്രാധാന്യത്തിലേക്ക് ഒരു ജനതയെ കൈയുയർത്തി കൊണ്ടുവരുന്നതിൽ ഏറെ സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട PN പണിക്കർ, അദ്ദേഹത്തെ നമ്മൾ സ്മരിക്കുന്നത് വാക്കുകളിലൂടെയും വായനയിലൂടെയും അറിവുകളിലൂടെയുമാണ്. അങ്ങനെയുള്ള ആളെ സ്മരിക്കപ്പെടുക എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിന് നൽകുന്ന ഏറെ പ്രിയപ്പെട്ട ഏറെ വലിയ ഒരു ആദരവാണ്. അറിവ് ഏറ്റവും വലിയൊരു ആയുധമാണ്. ലോകത്ത് ആയുധങ്ങൾ കൊണ്ട് കീഴടക്കാൻ പറ്റാത്ത പലതിനെയും നമുക്ക് അറിവുകളിലൂടെ അക്ഷരങ്ങളിലൂടെ കീഴടക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് വായനയുടെ മഹത്വം. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ വായനയിൽ നിന്ന് നമ്മുടെ പുതിയ തലമുറ അങ്ങേയറ്റം പിറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും ശാസ്ത്ര സാങ്കേതിക യുഗത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെയൊക്കെ കൈകളിൽ ഒന്ന് ചലിപ്പിച്ചാൽ ലോകത്തിന്റെ എവിടെയുള്ള അറിവിനെയും നമ്മുടെ വിരൽത്തുമ്പുകളിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ പുസ്തകങ്ങളുടെ വായനയെ നമ്മൾ എവിടെയൊക്കെയോ ചെറുതായിട്ടൊന്ന് തള്ളിക്കളയുന്നുണ്ട്. സാഹിത്യകാരനും മാധ്യമപ്രവർത്തകനുമായ ആന്റണി മുനിയറ PN പണിക്കർ അനുസ്മരണവും വായനാദിന സന്ദേശവും നൽകി. 5ാം ക്ലാസ്സിലെ പെൺകുട്ടിയെ ഞാൻ തിരിയുകയാണ്. ശാസ്താംകോട്ട കോവിലിലെ ശാന്തിക്കാരന്റെ അരികിലേക്ക് തോൾസഞ്ചിയിലെ പുസ്തകവുമായി ചെന്നിട്ട് ഇതൊന്ന് പറഞ്ഞു തരാമോ എന്ന് ശാന്തിക്കാരന്റെ അരികിലേക്ക് അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ശാന്തിക്കാരൻ കൂനനുറുമ്പ് നിലയിട്ടതുപോലെയുള്ള പുസ്തകത്തിലെ അക്ഷരങ്ങളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, കുട്ടി എനിക്ക് വായിക്കാൻ അറിയില്ല. ശാന്തിക്കാരന് വായിക്കാൻ അറിയൂടെ? ഞാനിപ്പോൾ ഇരുന്നാണ് സംസ്കൃതമായിരുന്നു പഠിച്ചത്, എനിക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടാ. അങ്ങനെ ഈ പെൺകുട്ടിയുടെ ശിഷ്യത്വം സ്വീകരിച്ച് അക്ഷരങ്ങൾ പഠിച്ചു തുടങ്ങിയ മനുഷ്യൻ 3-4 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി എഴുതി കൊടുത്ത വാക്കുകൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും വായിക്കണമെന്നുള്ള വല്ലാത്തൊരു ആഗ്രഹം ഈ ശാന്തിക്കാരനുണ്ടായി. 2023-24 അധ്യയന വർഷത്തിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KJ സിജു, PTA പ്രസിഡന്റ് സ്മിത പൗലോസ്, പ്രിൻസിപ്പൽ AC ഷിബി, SMC ചെയർമാൻ KK വിജയൻ, റിജിമോൻ തോമസ്, KK നിഷ, അധ്യാപകർ, രക്ഷകർത്താക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ വായന വാരാചരണത്തിന് തുടക്കം കുറിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടത്തിയ വായന വാരാചരണ പരിപാടികൾ PTA പ്രസിഡന്റ് അഭിലാഷ് നാലുനടയിൽ ഉദ്ഘാടനം ചെയ്തു. അറിവിന്റെ മഹത്വവും വായനയുടെ പ്രാധാന്യവും വിളിച്ചോതിയുള്ള വായനാ വാരാചരണമാണ് ഉദയഗിരി സെന്റ് മേരീസ് UP സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്.
2000-ലധികം പുസ്തകങ്ങളുടെ പ്രദർശനവും അക്ഷരപ്പൂക്കുടയിൽ കുട്ടികളുടെ സർഗസൃഷ്ടികളുടെ നിക്ഷേപവും കുരുന്നുകൾക്ക് വേറിട്ട അനുഭവമായി. തുടർന്നുള്ള ഒരാഴ്ചക്കാലം സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസംഗം, മാതൃകാ വായന, പോസ്റ്റർ രചന, ക്വിസ് തുടങ്ങിയ മത്സരങ്ങളും നടത്തും. കുട്ടികളുടെ വായനയോടുള്ള താൽപര്യവും അറിവ് സമ്പാദനവും സർഗാത്മക ശേഷികളുടെ വികാസവും പരിപോഷിപ്പിക്കുന്ന വായനാ വാരാചരണ പരിപാടികൾ PTA പ്രസിഡന്റ് അഭിലാഷ് നാലുനടിയിൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ആധുനിക മാധ്യമങ്ങളുടെ കടന്നുവരവോടുകൂടി, പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെ കടന്നുവരവോടുകൂടി വായനാശീലം വളരെയധികം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റേതായ കുറവ് അക്ഷരജ്ഞാനത്തിലും എഴുത്തിലും വായനയിലെല്ലാം നമ്മൾ കുട്ടികളെ പ്രകടമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ബഹുമാനായ PN പണിക്കർ ഗ്രന്ഥശാലയുടെ പ്രസ്ഥാനം കേരളത്തിൽ ആരംഭിച്ച് അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിവസം കൂടിയാണിന്ന്. ഈ ദിനത്തിൽ നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടുകൂടെ കൂടുതൽ വായിക്കുവാനും അതുവഴി നമ്മുടെ ഭൗതിക മേഖലയെല്ലാം വളർത്തിക്കൊണ്ടുവരാൻ നല്ല പരന്ന വായന ഉള്ളവരായി മാറാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വായനാ ദിനത്തോടനുബന്ധിച്ച് PN പണിക്കർ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന ഡോക്യുമെന്ററി പ്രദർശനവും നടന്നു. തങ്കമണി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് PC ചാക്കോ, സെക്രട്ടറി രാധിക രാജൻ എന്നിവർ ചേർന്ന് വായനയെ സ്നേഹിക്കുന്ന 20 കുട്ടികൾക്ക് പുസ്തകങ്ങൾ വിതരണം ചെയ്യുകയും വായിച്ച് മികച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നൽകുന്ന മികച്ച 3 രചനകൾക്ക് സമ്മാനങ്ങൾ നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു ചെരുപറമ്പിൽ, ഹെഡ്മിസ്ട്രസ് ജെയ്സ്ലെറ്റ്, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ ജാൻസി വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കാഞ്ചാർ സയൻ പബ്ലിക് സ്കൂളിൽ ഗിന്നസ് ബുക്ക് ഓഫ് സയൻ വേൾഡിന്റെ പ്രകാശനം നടന്നു. വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ ചേർന്ന് പ്രകാശന കർമ്മം നിർവഹിച്ചു. വിദ്യാഭ്യാസ മേഖലയിലും ശാസ്ത്ര സാങ്കേതിക മേഖലയിലും കലാ കായിക മേഖലയിലും മികവ് തെളിയിച്ച ലോക റെക്കോർഡ് വരെ കരസ്ഥമാക്കിയ സയൻസ് സ്കൂളിലെ പ്രതിഭകളെക്കുറിച്ചുള്ള വിവരണമാണ് ഗിന്നസ് ബുക്ക് ഓഫ് സയൻ വേൾഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 അടി ഉയരത്തിലും 3 അടി വീതിയിലുമാണ് പുസ്തകം നിർമ്മിച്ചിരിക്കുന്നത്. വായനാ ദിനത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഫാദർ ഡോക്ടർ ഇമ്മാനുവൽ കിഴക്കേത്തലയ്ക്കൽ, പ്രിൻസിപ്പൽ ഫാദർ റോണി ജോസ് എന്നിവർ ചേർന്ന് ഗിന്നസ് ബുക്ക് ഓഫ് സയൻ വേൾഡിന്റെ പ്രകാശനം നിർവഹിച്ചു. ഇടുക്കി ജില്ലയല്ല, നമ്മളുടെ പേരുടെ എവിടെയായിരിക്കണം സയൻ വേൾഡ്. ഈ സയൻ വേൾഡിലുള്ള സുപ്രധാനമായ കാര്യങ്ങളെ രേഖപ്പെടുത്തുന്ന കുറേ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ഈ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരുപാട് പേജുകൾ ഈ ബുക്കിൽ ബാക്കിയുണ്ട്. ആ പേജുകളിലേക്ക് നമ്മൾ നടത്തുന്ന സുപ്രധാനമായ പ്രത്യേകം എടുത്തു പറയത്തക്ക എല്ലാ സംഭാവനകളെയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പുസ്തകം നമ്മുടെ സ്കൂളിൻ്റെ ഒരു റെക്കോർഡായിട്ട് പ്രതിഷ്ഠിക്കും. കവിതാശകലങ്ങളും പൊതുവിജ്ഞാനവും മഹത് വചനങ്ങളും കൊണ്ട് കുട്ടികൾ നിർമ്മിച്ച അറിവിന്റെ മരം നമ്മൾ നേടിയ അറിവുകൾ ലോകത്തിന്റെ നന്മയ്ക്കായിരിക്കണമെന്ന സന്ദേശം വിളിച്ചോതുന്നതായിരുന്നു. സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും ചേർന്ന പരിപാടികൾക്ക് നേതൃത്വം നൽകി. PN പണിക്കരുടെ സ്മരണാർത്ഥമായി കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ ഭാഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ വായനാ ദിനം ആചരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തിലൂടെ കേരളത്തെ വായനയുടെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ PN പണിക്കരുടെ സ്മരണാർത്ഥമാണ് കട്ടപ്പന പുളിയന്മല ക്രൈസ്റ്റ് കോളേജിൽ വായനാ ദിനം ആചരിച്ചത്. ഭാഷാ വിഭാഗത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ജില്ലാ പഞ്ചായത്ത് അംഗം ജിജി കെ ഫിലിപ്പ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അധ്യാപകരായ റിയ ഫ്രാൻസിസ്, ടിൻഡു ജോർജ് എന്നിവർ സംയുക്തമായി എഴുതിയ പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. വായനാ ദിനത്തിന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുത്തി കൊമേഴ്സ് വിഭാഗം അധ്യാപിക ക്രിസ്റ്റീന തോമസ് കവിതാ പാരായണം നടത്തി. ചടങ്ങിൽ കോളേജ് ഡയറക്ടർ ഫാദർ അനൂപ് തുരുത്തിമറ്റം CMI അധ്യക്ഷനായിരുന്നു. സ്പോർട്സ് കോർഡിനേറ്റർ PV ദേവസ്യ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി ഷിൻഡു സെബാസ്റ്റ്യൻ, കോളേജ് IQAC കോർഡിനേറ്റർമാരായ ഷാമിലി ജോർജ്, ബിനു ജോർജ് എന്നിവർ നേതൃത്വം നൽകി. കട്ടപ്പന വെള്ളയാങ്കുടി സരസ്വതി വിദ്യാപീഠം വിദ്യാലയത്തിന്റെയും അമ്പലക്കവല നാഷണൽ ലൈബ്രറിയുടെയും നേതൃത്വത്തിൽ വായനാ ദിനം ആചരിച്ചു. നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ IB മോൾ രാജൻ ഉദ്ഘാടനം ചെയ്തു. LKG മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെ കുട്ടികളുടെ വീടുകളിലെ ലൈബ്രറിയിൽ നിന്നും കുട്ടികൾ കൊണ്ടുവന്ന 915 പുസ്തകങ്ങളുടെ പ്രദർശനം നടന്നു.
നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐബിമോൾ രാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വിദ്യാലയ മാനേജർ MT ഷിബു അധ്യക്ഷനായിരുന്നു. ഇടുക്കി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ബെന്നി മാത്യു PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ പ്രസംഗവും കവിതാ പാരായണവും പുസ്തക നിരൂപണവും നടത്തി. പുസ്തക പ്രദർശനത്തിനായി 115 പുസ്തകങ്ങൾ എത്തിച്ച 5ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദു MS 1ാം സ്ഥാനവും 105 പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ച 2ാം ക്ലാസ്സിലെ ആർഷനന്ദ രജീഷ് 2ാം സ്ഥാനവും 70 പുസ്തകങ്ങൾ പ്രദർശിപ്പിച്ച 5ാം ക്ലാസ്സിലെ അഭിനന്ദ് രജീഷ് 3ാം സ്ഥാനവും നേടി. അമ്പലക്കവല നാഷണൽ ലൈബ്രറി സെക്രട്ടറി TB ശശി, സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റാണിമോൾ K തുടങ്ങിയവർ നേതൃത്വം നൽകി. നെടുങ്കണ്ടത്തെ ആധുനിക ശ്മശാനത്തിന്റെ നിർമ്മാണം പാതി വഴിയിൽ മുടങ്ങി. മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കിയ ശേഷമാണ് ഇലക്ട്രിക് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് നെടുങ്കണ്ടത്ത് ഇലക്ട്രിക് ക്രിമിറ്റോറിയത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നത്. 2 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. മുൻപുണ്ടായിരുന്ന ഗ്യാസ് ക്രിമിറ്റോറിയം പൊളിച്ചു നീക്കി അതേ ഭൂമിയിലാണ് പുതിയ കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും ഒരുക്കാൻ നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ നിലവിൽ 1 വർഷത്തോളമായി നിർമ്മാണം മുടങ്ങിക്കിടക്കുകയാണ്. നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൽ LDF ഭരണസമിതി 2 മാസം കൊണ്ട് പ്രവർത്തനം ആരംഭിക്കും എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ വൈദ്യുത ശ്മശാനമാണ് ഈ പുറകിൽ കാണുന്നത്. ഇപ്പോൾ 1 വർഷമായിട്ടും ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഏകദേശം പകുതി പണി പോലും ഇതിൻ്റെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. നിലവിലുണ്ടായിരുന്ന ശ്മശാനം പൊളിച്ചു നീക്കിയിട്ടാണ് പകരം ഇവിടെ പുതിയത് വൈദ്യുത ശ്മശാനം പണിതുകൊണ്ടിരിക്കുന്നത്. നിലവിൽ നെടുങ്കണ്ടത്ത് സാധാരണ പാവപ്പെട്ട ഒരു വീട്ടിലെ ഒരാൾ മരിച്ചാൽ, അല്ലെങ്കിൽ 5 സെൻറ്റോ 2 സെൻറ്റോ ഭൂമിയുള്ള വീട്ടിലെ ഒരാൾ മരിച്ചാൽ അദ്ദേഹത്തെ അടക്കം ചെയ്യുവാൻ നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് ഒന്നെങ്കിൽ ഉടുമ്പൻചോല പഞ്ചായത്തിലെ പാറത്തോടിനെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടിലാണ് നെടുങ്കണ്ടം നിവാസികൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് എത്രയും പെട്ടെന്ന് ഈ വൈദ്യുത ശ്മശാനം എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കി പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. ആകെ 30 ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി പ്രഖ്യാപിച്ചിരുന്നത്. നിർമ്മാണം പൂർത്തിയായില്ലെങ്കിലും ജനറേറ്റർ സ്ഥാപിച്ചു. നിലവിൽ ഇതും ഉപയോഗിക്കാതെ മഴയത്തിരുന്ന് നശിക്കുകയാണ്. കെട്ടിടത്തിന്റെ അടക്കം നിർമ്മാണം പൂർത്തീകരിച്ച ക്രിമിറ്റോറിയം എന്ന് പ്രവർത്തന സജ്ജമാക്കുമെന്നും പഞ്ചായത്ത് വ്യക്തമാക്കുന്നില്ല. ഭൂരഹിതരായവരും നാമമാത്ര ഭൂമിയുള്ളവരും മരിച്ചാൽ മറ്റു പഞ്ചായത്തുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. അയ്യപ്പൻകോവിൽ ഉപ്പുതറ മേഖലകളിൽ പെരിയാറ്റിൽ നിന്ന് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ചു. ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് സാമ്പിൾ ശേഖരിച്ചത്. പെരിയാറിന്റെ പല ഭാഗത്തു നിന്നുമായിട്ടാണ് ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥർ സാമ്പിളുകൾ ശേഖരിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ പൈനാവിലെ ക്വാളിറ്റി കൺട്രോൾ ജില്ലാ ലാബ് വിഭാഗം ഉദ്യോഗസ്ഥരാണ് സാമ്പിൾ ശേഖരിച്ചത്. എല്ലാ മാസവും ഇത്തരത്തിൽ ജലത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്താറുണ്ട്. ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്നതിനു വേണ്ടിയാണ് സാമ്പിളുകൾ ശേഖരിച്ചതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കട്ടപ്പന BRCയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഡ്രാമ തെറാപ്പി ദ്വിദിന ശില്പശാല തുടങ്ങി. നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി കുട്ടികളിൽ ഉൾക്കൊള്ളുന്ന കഴിവുകളെ കണ്ടെത്തി അവ വികസിപ്പിക്കുകയും അതുവഴി ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക എന്നതുമാണ് ഡ്രാമ തെറാപ്പിയുടെ ലക്ഷ്യം. കട്ടപ്പന BRC BPC ഷാജിമോൻ KRന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി ഉദ്ഘാടനം ചെയ്തു. ആ കുട്ടികളുടെ കഴിവിനെ കാണുമ്പോൾ ജനറൽ വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് പോലും അത്ര ഒരു കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വള്ളംകളവ് സ്നേഹസ്ഥന്റെ ബാൻഡ് സെറ്റ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? ഏത് പൊതുപരിപാടിക്കും പെരുന്നാളിനും ഒക്കെ ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ ട്രെയിൻ ചെയ്ത് ബാൻഡ് സെറ്റ് നടത്തുന്നതല്ല അത്രയേറെ പട്ടാള ചിട്ടയോടെ അവർക്ക് നമുക്ക് മാർഗദർശനം നൽകുന്ന രൂപത്തിൽ, നമുക്കൊരു ആവേശം നൽകുന്ന രൂപത്തിൽ അവരുടെ വിവിധങ്ങളായ ബാൻഡ് സെറ്റ് മാത്രമല്ല കലാപരിപാടികൾ. ഞാൻ ആ സ്കൂളിന്റെ എല്ലാ പരിപാടിയും പോകുന്ന ആളാണ്. അവരുടെ പാട്ടും അതുപോലെ അവരുടെ ആക്റ്റും അവരുടെ ഈ പറഞ്ഞവരുടെ നാടകം എഴുതി ഉണ്ടാക്കി അവതരിപ്പിക്കുന്ന അതുപോലുള്ള കഴിവുകളിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുവാൻ നമുക്ക് കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാതാപിതാക്കളുടെ പൂർണ്ണമായ സപ്പോർട്ട് അവർക്കുണ്ട്. പക്ഷേ മാതാപിതാക്കളുടെ മനസ്സിൽ പോലും ചെറിയൊരു നിരാശ പോലും ഉണ്ടാകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ മിനി ഐസക്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഷാന്റി PT, പ്രോഗ്രാം കൺവീനർ റിയ പോൾ, RPമാരായ അദിത്, ഗൗതം എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കട്ടപ്പന BRC പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന 20 കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു. നെടുങ്കണ്ടം കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാ സംഗമം നടന്നു. 2023-24 അക്കാദമിക വർഷത്തെ SSLC +2 പരീക്ഷകളിലും NMMS USS സ്കോളർഷിപ്പ് പരീക്ഷകളിലും പ്രതിഭ തെളിയിച്ച 130 കുട്ടികളെയും
റാങ്ക് ജേതാക്കളായ പൂർവ്വ വിദ്യാർത്ഥികളെയും PTയുടെയും SMCയുടെയും നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TM ജോൺ അധ്യക്ഷനായിരുന്നു. പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷിഹാബ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ സീമ മാത്യു, ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PK മണികണ്ഠൻ, പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സരിത രാജേഷ്, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ CV ആനന്ദ്, ഷിഹാബുദ്ദീൻ ഈട്ടിക്കൽ, SMC ചെയർമാൻ ബൈജു G, വൈസ് ചെയർമാൻ വിജയകുമാർ, ഹെഡ്മാസ്റ്റർ KK യശോധരൻ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന AU ആയി പോകുന്ന സ്കൂൾ HM KK യശോധരനെ ചടങ്ങിൽ ആദരിച്ചു. കല്ലാർകുട്ടി ടൗണിന് മധ്യഭാഗത്തായി ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർകുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. വെള്ളത്തൂവൽ കല്ലാർകുട്ടി റോഡ് അടിമാലി കുമളി ദേശീയപാതയുമായി സംഗമിക്കുന്നത് കല്ലാർകുട്ടി ടൗണിലാണ്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗതക്കുരുക്കും രൂപം കൊള്ളും. ഈ സാഹചര്യത്തിലാണ് ടൗണിന് മധ്യഭാഗത്തായി ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമുയർന്നിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം. വാഹന അപകടത്തിന് ശേഷം സ്റ്റേറ്റ് ഹൈവേയിൽ നിന്ന് ഈ റോഡ് ഇത്രയും നന്നാക്കി, ഈ ഭാഗങ്ങൾ ഇത്രയും നന്നാക്കി, ആ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഭാഗം മാത്രം ഇപ്പോഴും ആ കടകൾ പൊടിഞ്ഞ മണ്ണും ഇടിച്ച അവശേഷങ്ങളെല്ലാം റോഡിൽ തന്നെ അടക്കാറ്. അത് വാരി മാറ്റുന്നതിന് ഒരു നടപടി സ്വീകരിക്കുന്നില്ല. അത്രയേറെ ആ റോഡ് നന്നാക്കി ആ വേസ്റ്റുകളെല്ലാം വാരി മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ അപകടങ്ങൾ പകുതി കുറയും. കൊടും വളവോടുകൂടിയ ഭാഗമായതിനാൽ കല്ലാർകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ്. മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും. കടപ്പന സർവീസ് സഹകരണ ബാങ്കിലെ അംഗങ്ങളുടെ മക്കളും ബാങ്കിന്റെ പ്രവർത്തന പരിധിക്കുള്ളിൽ താമസിക്കുന്നവരുമായ SSLC+2 പരീക്ഷകളിൽ ഫുൾ A+ വാങ്ങിയ വിദ്യാർത്ഥികളെയും മറ്റ് അംഗങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചവരെയും അനുമോദിക്കുന്നതിന് ജൂൺ 20 പ്രതിഭാ സംഗമം സംഘടിപ്പിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി അറിയിച്ചു. 11 മണിക്ക് CSI ഗാർഡനിൽ നടക്കുന്ന പരിപാടിയിൽ വെച്ച് ഡീൻ കുര്യാക്കോസ് MP കുട്ടികളെ അനുമോദിക്കും. സംസ്ഥാനത്തെ മികച്ച നാടകരചയിതാവിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ KC ജോർജിനെ പ്രത്യേക പുരസ്കാരം നൽകി ആദരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും മൂന്നാറിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. മൂന്നാറിലേക്കും വട്ടവടയിലേക്കും ഒക്കെ എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ടോപ്പ് സ്റ്റേഷൻ. ചിലപ്പോൾ മഞ്ഞു പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ സഞ്ചാരികൾ കണ്ടുമടങ്ങുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ടോപ്പ് സ്റ്റേഷൻ. മധ്യവേനൽ അവധി അവസാനിച്ചെങ്കിലും ടോപ്പ് സ്റ്റേഷനിലേക്ക് ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ട്. പ്രധാന റോഡിൽ നിന്നും അല്പദൂരം നടന്നു വേണം ടോപ്പ് സ്റ്റേഷന്റെ വ്യൂ പോയിന്റിലേക്ക് എത്തുവാൻ. ഇരുവശങ്ങളിലും ധാരാളം വഴിയോര വിൽപ്പന കേന്ദ്രങ്ങളുണ്ട്. ഒരാൾക്ക് 20 രൂപയുടെ പ്രവേശന ഫീസും. ആദ്യം എത്തുക ടോപ്പ് സ്റ്റേഷന്റെ കാഴ്ചകൾ ഉയരത്തിൽ നിന്നും കണ്ട് ആസ്വദിക്കാവുന്ന വാച്ച് ടവറിലേക്കാണ്. ഇവിടെ നിന്നാൽ ദൂരേക്കുള്ള കാഴ്ചകൾ കാണാം, ചിത്രങ്ങൾ പകർത്തുകയുമാകാം. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തുന്നുണ്ട്. கேரளாவில் மூணாறு தமிழ்நாடு கம்பேர் பண்ணும்போது கொஞ்சம் பெட்டராக தெரியும். எப்பயுமே கூலிங்காக இருக்கும். மலை காடு எல்லாம் வந்து ஒரு பிரம்மாண்டத்தை தரும். எப்பயுமே ட்ராவலிங்கில் தமிழ்நாட்டிலையும் கொடைக்கானல் ஊட்டி எல்லாம் மலை இருந்தாலும் கேரளா லைக் பண்ணுறதுக்குன்னு எப்போ வந்தாலும் சுவாரஸ்யம், ஒரு நல்ல ஃபீலு, ஒரு அமைதியான சுச்சுவேஷன், பெரிய பெரிய மரக்காடுகள். இதுவும் இந்த டாப் ஸ்டேஷன் வியூ பாயிண்ட்லாம் வந்து இது ஒரு பிரம்மாண்டமாக இருக்கும். ஒரு வேக்க தைக்கிற மாதிரி ஒரு செயலை செய்கிற மாதிரி இருக்குது. அதனால் இங்கே தமிழ்நாட்டிலேருந்து நாங்கள் வந்து கடலூரில் நெய்வேலிலேருந்து கிட்டத்தட்ட ஒரு 500 கிலோமீட்டர் ட்ராவல் பண்ணி வரோம்னா இதுக்காக தான். மற்றபடி
கேரளாவும் தமிழ்நாடும் சகோதரத்துவமாக டீப்பாக பழகுறாங்க. വാച്ച് ടവറിലെ കാഴ്ചകൾക്ക് ശേഷം കിഴക്കാംതൂക്കായ മലയടിവാരത്തേക്ക് നടന്നിറങ്ങിയും ടോപ്പ് സ്റ്റേഷന്റെ സൗന്ദര്യം ആസ്വദിക്കാം. ചിലപ്പോൾ മഞ്ഞു പൊതിഞ്ഞും ചിലപ്പോൾ കാഴ്ചയുടെ വിശാലത തീർത്തുമാണ് ടോപ്പ് സ്റ്റേഷൻ സഞ്ചാരികളെ വരവേൽക്കുന്നത്. തെളിഞ്ഞ അന്തരീക്ഷമെങ്കിൽ തമിഴ്നാടിന്റെ വിദൂര കാഴ്ചയും വൻമതിൽ പോലെ തോന്നിപ്പിക്കും വിധമുള്ള വലിയ പാറക്കെട്ടുകളുടെ ഭീമാകാരമായ കാഴ്ചകളും കാണാം. പ്രഭാതങ്ങളിൽ മലയടിവാരമാകെ പരന്നു കിടക്കുന്ന മേഘപാളികളുടെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചയാണ് ടോപ്പ് സ്റ്റേഷന്റെ ഹൈലൈറ്റ്. കാഴ്ചകൾ ഏതായാലും സഞ്ചാരികൾ കണ്ണും മനവും നിറഞ്ഞാണ് ടോപ്പ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങാറ്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോളം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. വണ്ടൻമേട് മാസ് എന്റർപ്രൈസസ് ഏലക്കാലയിലെ വിവരം. ആകലൂട്ട 295, വിൽപ്പനയ്ക്ക് വന്നത് 88,550, വിൽപ്പന നടന്നത് 82,867. കൂടിയ വില 3,200, ശരാശരി വില 2,370. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 685 രൂപ, ഏലം കൂടിയ വില 2,300, ഏലം ശരാശരി വില 1,900. കാപ്പിപ്പരിപ്പ് 350, ഗ്രാമ്പു 975, കൊക്കോ 130, റബ്ബർ 180. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 6,620 രൂപ, വെള്ളി 95. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPI ഇടുക്കി ജില്ലാ കൗൺസിൽ യോഗത്തിൽ മുഖ്യമന്ത്രിക്കും CPM മന്ത്രിമാർക്കും രൂക്ഷ വിമർശനം. രാജ്യത്ത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ CPI എന്തിന് LDF-ൽ തുടരണമെന്നും ചോദ്യമുണ്ടായി. കേരള കോൺഗ്രസ് M വന്നതുകൊണ്ട് കാര്യമായ ഗുണമുണ്ടായിട്ടില്ലെന്നും വിമർശനം. മൂന്നാറിലെ ഭൂമി പ്രശ്നത്തിൽ അടിയന്തരമായി സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കണമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. ജില്ലാ കളക്ടർക്ക് തുല്യമോ അതിനു മുകളിലോ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ വേണം നിയമിക്കാൻ. പോലീസും റവന്യൂ വകുപ്പും ആവശ്യമായ പിന്തുണ നൽകുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും കോടതി. 3 ജയിൽ മേഖലയിലെ പട്ടയ സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധവുമായി അയ്യപ്പൻകോവിൽ നിവാസികൾ. പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത് പട്ടയ പ്രശ്നം സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും വിവിധ വകുപ്പുകളിലും നൽകിയ അപേക്ഷകളിൽ സർക്കാരിൽ നിന്നും മറുപടി ലഭിക്കാത്ത സാഹചര്യത്തിൽ ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയപ്പോൾ ഫ്യൂസ് ഊരി ജോലിയോട് ആത്മാർത്ഥത കാണിച്ച KSEBക്ക് 8ന്റെ പണി. KSEBയോട് ഓഫീസ് കെട്ടിടത്തിന്റെ വാടക അടയ്ക്കാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു. സംഭവങ്ങളുടെ തുടക്കം നെടുങ്കണ്ടം ടൗൺ ഹാളിന്റെ വൈദ്യുതി വിച്ഛേദിച്ചതോടെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.